ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ ഈ കാലവർഷത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. കടലിലെ പ്രശ്നം വേണോ, കരയിലെ പ്രശ്നം വേണോ, തീരദേശത്തെ പ്രശ്നം, വനമേഖലയിൽ പ്രശ്നം, എല്ലായിടത്തും കാലവർഷം വലിയ പ്രശ്നങ്ങൾ ഉളവാക്കുന്നു. നമ്മൾക്കറിയാം, ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കാലവർഷത്തിൻ്റെതായ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പണ്ടൊക്കെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകളൊക്കെ കേരളത്തിൽ അവർ ഭിക്ഷ തേടി അല്ലെങ്കിൽ സഹായിക്കണം, ഞങ്ങളുടെ നാട്ടിൽ വലിയ കാലവർഷമുണ്ടായി, എല്ലാം മുങ്ങിപ്പോയി, എല്ലാം ഒഴുകിപ്പോയി, സഹായിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ ഈ കേരളത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയുള്ള ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അവിടത്തേക്ക് സ്ഥിതി മാറി എന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ കാലവർഷം എല്ലാം തകിടം മറിയുകയാണ്. പഴയ പോലെ അത്ര സുന്ദരമല്ല കാര്യങ്ങൾ. നേരത്തെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ പോലും വനമേഖല ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിൽ പോലും സന്തോഷകരമായി അവർ ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സാമൂഹ്യപരമായും അല്ലെങ്കിൽ കാലാവസ്ഥാപരമായും പ്രകൃതിപരമായും ഇത്ര സുന്ദരമായ നാട്ടിൽ നമുക്ക് സന്തോഷപൂർവ്വം ജീവിക്കാൻ കഴിയുന്നില്ല. ഓരോ കാലവർഷവും നമുക്ക് വലിയ ദുരിതം വിതയ്ക്കുന്നു. ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ എന്നോട് സൂചിപ്പിച്ചതുപോലെ ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്ക് വരും, ബംഗാളിൽ നിന്നൊക്കെ കേരളത്തിൽ വരുമായിരുന്നു. ഒരു അമ്മ, ഈ പാവപ്പെട്ട സ്ത്രീകൾ കുഞ്ഞുങ്ങളെയൊക്കെ തോളിലിട്ടുകൊണ്ട് വന്ന് നമ്മളെ വീടുകളിലൊക്കെ വരുമായിരുന്നു. അത് അന്ന് നടന്നു. പക്ഷേ ഇപ്പം മറ്റൊരു കാര്യം, ആരും അറിയാത്ത വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കാനാണ് താങ്കളോട് ശ്രമിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ബെറോട്ട അടിക്കാനും തെങ്ങിക്കയറാനും ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ ഒരുപാട് ആളുകളിലൂടെ വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരാൾ പരിചയപ്പെട്ട് പറഞ്ഞ, അയാൾ ബംഗാളിലെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു പണ്ട്. പിന്നെ അയാളോട് നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന 40 വയസ്സുകാരൻ, 30 വയസ്സുകാരൻ, അല്ലെങ്കിൽ 45 വയസ്സുകാരൻ, 50 വയസ്സിന് താഴെ ഉള്ളവരെല്ലാം ആ പ്രളയകാലത്തും ദാരിദ്ര്യകാലത്തും 70കളിലും 80കളിലും അവിടെ ഉണ്ടായിട്ടുള്ള ബംഗാളിലുണ്ടായ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ക്ഷാമത്തിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയും ഫലമായി പലായനം ചെയ്തു പോയ അമ്മമാരുടെയും പിതാക്കന്മാരുടെയും മക്കളാണ് മുതിർന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരു നാട് നശിക്കുകയും നാടില്ലായ്മ ചെയ്യുന്നതിലുമൊക്കെ ഈ പ്രളയത്തിനും വരൾച്ചയ്ക്കുമൊക്കെ വലിയ പങ്കുണ്ട്. ഞാൻ ഇന്ന് കേരളാവധി പത്രത്തിൽ വലിയൊരു വാർത്തയുണ്ട്, ഒരു പേജാണ്. ഫിൻലാൻഡിൽ നിന്നൊരു വനിത എഴുതിയിട്ടുണ്ട്. അവർ മലയാളിയാണ്, 16 വർഷമേ അവിടെ താമസിക്കുന്നു. അവർ ഫിൻലാൻഡാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ 8ാം വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വന്നപ്പോൾ ഫിൻലാൻഡാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. പക്ഷേ അവർ വളരെ മനോഹരമായി പ്രകൃതി സംരക്ഷിക്കുകയും 70% അവരെ കാട് സംരക്ഷിക്കുകയും 1,80,000 പോലുള്ള തടാകങ്ങളുടെ നാടാണ് നമ്മൾ ഫിൻലാൻഡിനെ പഠിച്ചിരിക്കുന്നത്. 1000 തടാകങ്ങളുടെ നാടെന്നാണ്. വളരെ ഭംഗിയായി പരീക്ഷിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ എല്ലായിടത്തും കാലാവസ്ഥ വ്യതിയാനമുണ്ട്, ലോകത്തെല്ലായിടത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. പക്ഷേ കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി, കേരളത്തിലെ നമ്മുടെ ഭൂപ്രകൃതിയെ നമ്മൾ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭൂവിനിയോഗ രീതികൾ മാറ്റിയിട്ടുണ്ട്. എത്ര മഴ വന്നാലും പിടിക്കുന്നൊരു ഭൂവിനിയോഗ രീതി നമുക്കുണ്ടായിരുന്നു. ഒരു മിശ്രിത വിളകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകവിളകളിലേക്ക് നമ്മൾ പോയ കാര്യങ്ങളുണ്ട്. 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെയാണ് ഉൾക്കൊള്ളുന്നത്. 1 ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ 32,000 ഘന കിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളം ഉൾക്കൊള്ളും. അപ്പോൾ മഴവെള്ളം ഉൾക്കൊള്ളുന്ന വനം നമുക്കില്ലാതെയായി. വനത്തിൻ്റെ ആവാസവ്യവസ്ഥ പോയപ്പോൾ മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്ന അത് വേറെ രീതിയിലേക്ക് മാറി. വയൽ 1960കളിൽ 7 ലക്ഷം ഹെക്ടർ ഉണ്ടായിരുന്നെങ്കിൽ 70കളിൽ 8 ലക്ഷം ഹെക്ടർ ആക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അത് 1.5 ലക്ഷം ഹെക്ടർ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഹരിത കേരളമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷേ വയലിൻ്റെ അളവ് അനുദിനം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വയൽക്കിളിയുടെ സമരത്തിൽ, വയൽക്കിളി സുരേഷിൻ്റെ സമരത്തിൽ അവിടെ വയൽ നികത്തരുത്, അല്ലെങ്കിൽ അവിടെ അതുവഴി NH കൊണ്ടുപോകരുതിൻ്റെ റൂട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് വലിയ സമരമാണ് നടന്നത്. അവിടെ ഇപ്പോൾ ശരിക്ക് വെള്ളപ്പൊക്കവും പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ കാണിക്കുന്ന പല പ്രശ്നങ്ങളും, അത് പക്ഷേ DPR മാറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. അത് ആര് മാറ്റി, എന്ത് മാറ്റി എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ എന്തായാലും നമ്മുടെ നാട്, കേരള നാട്, മലനാട് എടുത്താലും തീരപ്രദേശം എടുത്താലും ഇടനാട് എടുത്താലും, ഇപ്പോൾ ഇപ്പോൾ തന്നെ TV ജനത്തിൽ തന്നെ കുറച്ച് നേരത്തെ കോഴിക്കോട്ടെ കഥ കാണിച്ചല്ലോ, അത് കംപ്ലീറ്റ് ചാനൽ ബ്ലോക്കാണ്. അത് തീരപ്രദേശത്ത് ചാനലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഒരിക്കൽ വന്നാൽ അത് അവിടെ കിടന്ന് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം തീരദേശം എടുത്താലും മലനാട് എടുത്താലും ഇടനാട് എടുത്താലും വളരെ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ, കൃഷിരീതികളിൽ വന്ന മാറ്റം, പിന്നെ മനുഷ്യൻ്റെ അത്യാർത്തി, ഇതെല്ലാം കൂടി കൊണ്ട് 30 ലക്ഷം വീടുകളാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇത് ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോഴും നമ്മൾ വീടുകളെക്കുറിച്ച് ചിന്തിക്കുന്നു, വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്നു.
നമ്മൾ മണൽ വാരുന്നതിനെ കുറിച്ചൊരു ടെൻഡറൊക്കെ കൊടുത്തു. എപ്പോഴാണ് ഇനിയിപ്പോൾ മഴ ഇപ്പോൾ വന്നു കഴിഞ്ഞു, കാലവർഷം വന്നതിന് ശേഷമാണ് മണൽ വരുന്നത്. മണൽ വാരുകയാണെങ്കിൽ ഏപ്രിൽ മാർച്ച് മാസങ്ങൾ മാറിയാലല്ലേ സുരക്ഷിതമായി വാരി മാറ്റാൻ പറ്റുന്നത്. നമ്മൾ അതിനും ടെൻഡർ കൊടുത്ത കാര്യങ്ങൾ മാറണോ വേണ്ടേ എന്നുള്ളതിന് വേറെ അഭിപ്രായമുണ്ട് എനിക്ക്, അത് ഞാൻ വേറെ പറയാം. പക്ഷേ അതിപ്പോൾ മഴയ്ക്ക് തലേ ദിവസമാണെന്നേ. ഈ പൂർവ്വകാല ശുചീകരണം നടക്കുന്ന എപ്പോഴാണ്? ഈ റോഡുകളിലൊക്കെ ഈ പറയുന്ന നഗരമെടുത്താൽ, ഏത് നഗരമെടുത്താൽ, ഇപ്പോൾ കൊച്ചി നഗരം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അവിടുത്തെ എന്ത് പഠിച്ചാൽ മതി, അവിടുത്തെ തറയിലെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കൂ എന്ന് പറഞ്ഞ് 2 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാനലിൽ കൊച്ചിയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണോ എന്ന് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഒരു അനിൽകുമാറാണ്, അദ്ദേഹം വന്ന് ഇതുപോലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തിരുവനന്തപുരത്ത് ഓപ്പറേഷനുകളും ഈ അനന്തയിൽ നടത്തിയ കാര്യത്തിൽ ഞാൻ കുറേ സഹായിച്ചിരുന്നു സാങ്കേതികമായി. ഈ കാര്യമൊക്കെ ഞാൻ ചാനലിൽ പറഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നതല്ല വിഷയം, അതിന് പരാതിയല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ അത് ഞങ്ങളിപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞു. കൊച്ചിയിലെ ആരോഗ്യമാണ് വിദ്യാഭ്യാസമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അന്ന് ചാനലിൽ വന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി നന്നായിട്ട് അവർക്ക് കൂട്ടുകൊടുത്തു. നിങ്ങൾ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട, ഓടയിലെ ചവർ വാരിക്കളയൂ, മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ നടത്തൂ. ഇത് നടക്കുന്നില്ല. അപ്പോൾ അത് നടത്താത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുണ്ട്, പ്രകൃതിയുടേതായ പ്രശ്നങ്ങളുണ്ട്, ആഗോളതാപനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, കടൽ ചൂടാകും. ഇപ്പോൾ ഈ വർഷത്തെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ബീറ്റിംഗ് ദ പ്ലാസ്റ്റിക് എന്നാണ്. 50% പ്ലാസ്റ്റിക് കടലിലേക്ക് പോകാൻ പോകുന്നത്. അതിൻ്റെ കണക്ക് 50% എത്തുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി എവിടെയാണ് കൊണ്ടുപോകുന്നത്? മനുഷ്യൻ്റെ ഈ ഒരു പോക്ക് വലിയ അപകടത്തിലേക്ക് പോകുന്നു. ഇതും കൂടി കൊണ്ട് കേരളം എന്ന് പറയുന്ന ഭൂമി വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രദേശമെടുത്താലും നമുക്ക് ഏതാണ് സുരക്ഷിതം? ഞാൻ കഴിഞ്ഞ സീസണിൽ ഒരു വർഷം മുമ്പ് ഇതുപോലൊരു എനിക്കൊന്ന് ജനത്തിൽ തന്നെയാണ് തോന്നുന്നു, ചാനലിൽ വന്ന് ഞാൻ ചർച്ച കഴിഞ്ഞപ്പോൾ UK എന്നൊരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു. അവർ തൃശ്ശൂർക്കാരാണ്. അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഇപ്പോഴും അവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ തൃശ്ശൂർ UK എന്നെല്ലാം മതിയാക്കി നാട്ടിൽ വരാൻ പോകണം, 40 വർഷം അവർ UK നാട്ടിൽ വരാൻ പോകണം. അവരുടെ ചോദ്യം ഇതാണ്: കേരളത്തിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണ് താമസിക്കാൻ? ഏത് സ്ഥലമാണ് പറഞ്ഞു കൊടുക്കുക? അതേ ഞങ്ങൾ UK തന്നെ തുടർന്നാൽ മതിയോ? ഞാൻ എന്താണ് ആ ഫാമിലിക്ക് ഉത്തരം കൊടുക്കുക? ഏത് പ്രദേശം എടുത്താലും, ഏത് ജില്ല, എവിടെയാണ് സുരക്ഷിതമായി ഒന്നെങ്കിൽ പിന്നെ മൃഗങ്ങളുടെ ശല്യം, റോഡിലിറങ്ങിയ പട്ടികളുടെ ശല്യം, പശുവിനെ കൊല്ലാം, ആളുകൾ കൊല്ലുന്നു, പോത്തിനെ കൊല്ലുന്നു, എരുമയെ കൊല്ലുന്നു, സകല ജീവികളെയും കൊല്ലുന്നു, പട്ടിയെ മാത്രം കൊല്ലാനും പറ്റൂല, അതിനെ പിടിക്കാനും പറ്റൂല. അത് വേറൊരു നിയമം. അങ്ങനെ ആകെ മാലിന്യം സംസ്കരിക്കൂ, അതുമില്ല. ആകെ ഈ മാലിന്യം സംസ്കരിക്കുമെന്ന് ഞാൻ ചോദിച്ചതിനും ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. വെള്ളക്കെട്ടുണ്ടാകുന്നതിൻ്റെ പ്രധാന വില്ലൻ ആരാണ്? ഓടകളിലും റോഡിലും സൈഡിലും കിടക്കുന്ന മാലിന്യമാണ് പ്രധാന വില്ലൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞാൻ അതുകൂടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ മാസം കഴിയുമ്പോൾ കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ക്യാമ്പയിൻ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും വെള്ളക്കെട്ടും മാലിന്യമൊക്കെ കൂടെ ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് റോഡിലും തോടുകളിലും ഒക്കെ കിടക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ മറിഞ്ഞു വീഴുകയാണ്. ജനങ്ങളുടെ മുകളിലേക്കും വലിയ റോഡുകളിലേക്കും ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം മറിഞ്ഞു വീഴുന്ന കാലവർഷക്കെടുതിയാണ്